എവിഡൻസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ സ്റ്റാഫിംഗ് അതുപോലെ ഡയറക്റ്റിംഗ് എന്ന ഭാഗം കൂടെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. സ്റ്റാഫിംഗ് എന്താണെന്നും സ്റ്റാഫിങ്ങിന് ശേഷം ചെയ്യേണ്ട നമ്മളുടെ മെയിൻ ഓപ്പറേഷൻ ആയിരുന്നു ഡയറക്റ്റിംഗ് അല്ലേ. ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നു, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, ഇതിന് ശേഷം വരുന്ന ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷനാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഇൻ ദ ചാപ്റ്റർ 11 ദ കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന കൺസെപ്റ്റ്. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാം ഒത്തുചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ കോർഡിനേഷൻ എന്ന് പറയാം. അപ്പോൾ ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്തു, അത് സ്റ്റാഫിങ്ങിൽ വന്നു, റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു, അതെല്ലാം സ്റ്റാഫിങ്ങിൽ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ റൈറ്റ് പേഴ്സൺ ആണോ റൈറ്റ് ജോബ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് വേണ്ട ഡയറക്ഷൻസ് എല്ലാം ആര് കൊടുക്കുന്നു? സുപ്പീരിയേഴ്സ് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഡയറക്ഷൻ എന്നുദ്ദേശിച്ചത്. സ്റ്റാഫിങ് കഴിഞ്ഞിട്ടുള്ള ഡയറക്ഷൻ. ഇതിന് ശേഷം പല ആൾക്കാരുണ്ടാവും, പല കാറ്റഗറിയുള്ള വർക്കേഴ്സ് ഉണ്ടാവും. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചാൽ മാത്രമായിരിക്കും നമ്മുടെ മാനേജ്മെൻറ്റിന് സക്സസ് ഉണ്ടാവുമല്ലോ. അതിനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ കോർഡിനേഷൻ ഇസ് സിംപ്ലി ദ സിങ്ക്രണൈസിങ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് പേഴ്സൺ ഇൻ ആൻ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഗോൾസ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ആക്ടിവിറ്റീസിനെ സിങ്ക്രണൈസ് ചെയ്യുന്നു, ഒരുമിച്ച് കൊണ്ടുവരിക. അതും ഒരു കോർഡിനേറ്റീവ് എഫക്റ്റിൽ. അതിനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ കോർഡിനേഷൻ ഇസ് അണ്ടർടേക്ക് അറ്റ് എവറി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിലോ ലോവർ മാനേജ്മെൻറ്റിലോ മാത്രമല്ല, എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ടോപ്പ്, മിഡിൽ ആൻഡ് ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് റിക്വയർസ് ദിസ് കൺസെപ്റ്റ് ഓഫ് കോർഡിനേഷൻ. ദാറ്റ് ഇസ് ടോപ്പ് മാനേജ്മെൻറ്റിലാകുമ്പോൾ ആര് ചെയ്യണം? ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കണം ടോപ്പ് മാനേജ്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ അതുപോലെ ഫങ്ഷണൽ ഹെഡ്സിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അതേപോലെ ഇപ്പം ലോവർ ലെവൽസിലാണെങ്കിൽ വർക്കേഴ്സ്, പല കാറ്റഗറിയിലുള്ള വർക്കേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. പക്ഷേ ഇഫ് ദർ ഇസ് എ ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ഐദർ പ്രൊഡക്ഷൻ വിൽ സഫർ ഓർ സെയിൽസ് വിൽ സഫർ. രണ്ട് കൂട്ടർ തമ്മിൽ കോർഡിനേഷൻ ഇല്ലാത്തപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ വിറ്റ് പോകുമ്പോഴാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലൊരു കൂട്ടായ്മ ഇല്ലെങ്കിൽ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര നല്ല ടേംസിലല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഓട്ടോമാറ്റിക്കലി രണ്ടുപേരെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ സെയിൽസ് കുറയുകയാണെങ്കിൽ എന്ത് പറ്റും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വർക്ക് നിലയ്ക്കും, പിന്നെ ഉണ്ടാക്കേണ്ടി വരത്തില്ല ഒരു ഗുഡ്സ്. അതേപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട സമയത്ത് നമ്മൾ ഗുഡ്സ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സെയിൽസ് കുറയും. അങ്ങനെ രണ്ട് കൂട്ടർക്കും തമ്മിലുള്ള കോർഡിനേഷൻ ഒരു സക്സസ്സിന്, ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൻ്റെ കംപ്ലീഷന് അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. സോ ഇഫ് ദർ ഇസ് ലാക്ക് ഓഫ് കോർഡിനേഷൻ ഇറ്റ് വിൽ ബി വെരി detrimental to both the departments. Okay, so the purpose of coordination is just to create the teamwork or the harmony in enterprise. അപ്പോൾ ഒരു ടീം വർക്ക് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു പീസ്ഫുൾ ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർഡിനേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ബ്ലെൻഡിങ് ഓഫ് ദ ഹ്യൂമൻ എഫേർട്സ് ഇൻ ഓർഡർ ടു അച്ചീവ് ബെറ്റർ ഓർഗനൈസേഷൻ ഗോൾസ്. ഓർഗനൈസേഷൻ ഗോളിൽ നല്ല രീതിയിൽ എത്താൻ വേണ്ടി ഹ്യൂമൻ എഫേർട്സിനെല്ലാം ബ്ലെൻഡ് ചെയ്യുന്നതിനെ ആ പ്രോസസ്സിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ കോർഡിനേഷൻ ആസ് എ മെൻ്റൽ അവെയർനെസ്. അതേപോലെ തന്നെ കോർഡിനേഷൻ ഒരു മെൻ്റൽ അവെയർനെസ് ആ ഒരു മെമ്പേഴ്സും അവിടുത്തെ എംപ്ലോയീസും അവരുടെ നമ്മൾ പറയില്ലേ ടു മെനി സ്റ്റിക്സ് ഉണ്ടെങ്കിൽ കുറേ സ്റ്റിക്സുകൾ ചേർന്ന് നിന്നാൽ ഒടിക്കാൻ പറ്റത്തില്ല. യൂണിറ്റി സ്ട്രെങ്ത് എന്ന് കാണിക്കുന്ന അതേ കൺസെപ്റ്റാണ് കോർഡിനേഷനിലും പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ആർക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിനെ തകർക്കാൻ പറ്റത്തില്ല, ആ ഒരു കൂട്ടായ്മയെ തകർത്താൻ പറ്റത്തില്ല. അത് തന്നെയാണ് കോർഡിനേഷൻ കൊണ്ട് ഒരു എൻ്റർപ്രൈസും ഉദ്ദേശിക്കുന്നത്. ഇഫ് ഓൾ ദി ഡിപ്പാർട്ട്മെൻറ്റ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ഓർ ദ എൻ്റർപ്രൈസ് ആർ യുണൈറ്റഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്, നോ ദ കോമ്പറ്റീറ്റർ ഓർ നോ ദി പേഴ്സൺസ് ക്യാൻ ഗെറ്റ് ഇൻ ടു ഇറ്റ്. അതിനുള്ളിലേക്ക് കയറി അതിലൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ആർക്കും സംഭവിക്കില്ല. സോ ദിസ് ഇസ് the advantage of having coordination. So next we want to know what are the major definition given for coordination. സോ എനി ഓഫ് ദ ഡെഫിനിഷൻ നിങ്ങൾക്ക് പഠിക്കുക. ഇതിനകത്തൊരു ഓൾമോസ്റ്റ് 5 ഡെഫിനിഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. യു ക്യാൻ സ്റ്റഡി എനി വൺ ഡെഫിനിഷൻ. വി ക്യാൻ സീ ദ സിംപിൾസ് വൺ. കോർഡിനേഷൻ ഇസ് എ പാർട്ട് ഓഫ് ഓൾ ഫേസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ സെപ്പറേറ്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റി. കോർഡിനേഷൻ ഒറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം കോർഡിനേഷൻ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല അല്ലേ. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസ് എല്ലാവരും അവിടുത്തെ എക്സിക്യൂട്ടീവ്സും മാനേജേഴ്സും എല്ലാം തമ്മിൽ കോർഡിനേഷനാണ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഇസ് റണ്ണിങ് സ്മൂത്ത്. ദാറ്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ബി running smooth but not the whole organization. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ളൊരു കോർഡിനേഷൻ വേണം, എന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ എവറി ഡിപ്പാർട്ട്മെൻറ്റ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്.
So to coordinate means is to harmonize all the activities of a person in order to facilitate its working and success. അങ്ങനെ പല രീതിയിൽ ഹെൻറി ഫയോൾ തന്ന ഡെഫിനിഷനാണ്. ഫയോൾസ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ. അപ്പോൾ അതിനകത്ത് ഹെൻറി ഫയോൾ തന്നിരിക്കുന്ന വേറൊരു ഡെഫിനിഷനാണ് കോർഡിനേഷന്. ടു കോർഡിനേറ്റ് ഈസ് ടു ഹാർമനൈസ് ആക്ടിവിറ്റി ഓഫ് പേഴ്സൺ ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ഇറ്റ്സ് വർക്കിംഗ് ആൻഡ് ഇറ്റ്സ് സക്സസ് എത്താനും വർക്ക് ചെയ്യാനും പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ ആക്ടിവിറ്റീസ്, ഒരാളുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഒരുമിച്ച് കൊണ്ട് ഹാർമനൈസ് ചെയ്യുന്നതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. So, another definition is the coordination is an effort to assure a smooth interplay of the function and the forces of all the different component parts of an organization to the end that its purpose will be related with a minimum of friction and a maximum of collaborative effect. ഇപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഫ്രിക്ഷൻസ് കുറവായിരിക്കും. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒരസൽ കുറവായിരിക്കും. ഇപ്പോൾ എല്ലാ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരെല്ലാം തമ്മിൽ നല്ല കോർഡിനേഷനാണ്, നല്ല തിക്ക് റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കുഞ്ഞ് പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും കൂടെ ചേർന്ന് അത് സോൾവ് ചെയ്യാൻ നോക്കും. അതല്ല, കോർഡിനേഷൻ ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഓർഗനൈസേഷനെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ചെറിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അതർ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് വിൽ ക്രിട്ടിസൈസ് ദം. അവരാരും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനോ അതിനെന്താ കാരണമെന്നോ അത് സോൾവ് ചെയ്യാനുള്ള ഒരു എഫേർട്ടും എടുക്കില്ല. ദി ജസ്റ്റ് ക്രിട്ടിസൈസ്, അല്ലേ? അപ്പോൾ അതാണ് ഒരു കോർഡിനേഷൻ്റെ പ്രശ്നമായി നമ്മൾ പറയുന്നത്. അല്ല, കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പം കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഒന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് വർക്കും ചെയ്യും. കൊലാബറേറ്റീവ് എഫക്റ്റീവ്നെസ് വളരെ ഹൈ ആയിരിക്കും. സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഗിവൺ ഫോർ കോർഡിനേഷൻ. നെക്സ്റ്റ് ഇസ് ദ മാനേജറൽ ഫങ്ഷൻസ്. നമ്മൾ പറയുന്നു കോർഡിനേഷനും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ഫങ്ഷൻസും ഇരിക്കണം. ഇപ്പോൾ പ്ലാൻ ചെയ്യണമെങ്കിലും ഡയറക്റ്റ് ചെയ്യണമെങ്കിലും സ്റ്റാഫിനും ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലൊരു കോർഡിനേഷൻ വേണം. ഇപ്പം നമ്മൾ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കറക്റ്റ് ആൾക്കാരെ റൈറ്റ് പേഴ്സൺ ടു ദ റൈറ്റ് ജോബ് സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുക. എന്നിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് അറിയുന്നത് ഒരു സ്റ്റാഫിനെ കുറവുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ടെന്ന്? ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആൾക്കാരുടെ ഷോർട്ടേജ് കാണുന്നു. സോ ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ HR ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ HR ഡിപ്പാർട്ട്മെൻറ്റ് ആ മാറ്ററിലേക്ക് ഡീപ്പായി നോക്കി ഒരാളുടെ ആബ്സെൻസ് ആ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വാട്ട് ദേ വിൽ ഡു, ദേ വിൽ റിക്രൂട്ട് സം പേഴ്സൺസ്. അപ്പോൾ അവിടെ ഒരു കൊലാബറേഷൻ നടക്കുന്നുണ്ട്, കോർഡിനേഷൻ നടക്കുന്നുണ്ട് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ HR ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ. ആ ഒരു കോർഡിനേഷൻ ഉള്ളതുകൊണ്ട് മാത്രം അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നടന്ന സ്റ്റാഫിംഗ് എന്ന ഫംഗ്ഷൻ. സിമിലർലി പ്ലാനിങ്, ഒരു കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഇരുന്ന് എല്ലാ പ്ലാനിങ് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ടേക്കൺ അപ്പ് ബൈ ദ എവറി ഡിപ്പാർട്ട്മെൻറ്റ്സ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും കൂടി ഇരുത്തിയിട്ടായിരിക്കും നമ്മളൊരു മേജർ ഡിസിഷൻസ് എടുക്കുന്നതും മേജർ ഒരു പ്ലാനിങ് ചെയ്യുന്നതും. സോ എവ്രിവെയർ ഇൻ എവറി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് വി റിക്വയർ this coordination. Okay, so the discussion of the various definition of the coordination lead to some of the inferences. ഇങ്ങനെ നമ്മൾ പല ഡെഫിനേഷൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. That is, coordination is to harmonize various activities of enterprise to ensure smooth working. സ്മൂത്ത് വർക്കിംഗ് എന്ന കൺസെപ്റ്റിലാണ് കോർഡിനേഷൻ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവേണ്ടത്. That we have understood. For the smooth functioning of an organization, coordination is required. Second one is, it is an effort to ensure the objectives of the business with minimum friction and maximum coordination between the segments of the business. അതുപോലെ the coordination is to reduce the friction between the various departments and to encourage the effectiveness of coordination. കോർഡിനേഷൻ ചെയ്യുന്ന ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് കൂടാനും ഒരസലെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആണ്. That is the second one. Third is, coordination is an effort to reach the business goals by means of planning, organizing, actualization and controlling various activities. പല രീതിയിലുള്ള ഓർഗനൈസേഷൻ ഗോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വലൈസേഷൻ ആൻഡ് കൺട്രോളിങ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ബെറ്റർ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് മാനേജറൽ ഫംഗ്ഷൻ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു മാനേജറൽ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ നോർമൽ ഫംഗ്ഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദെൻ ദ എക്സസൈസ് ഓഫ് ഈച്ച് മാനേജറൽ ഫംഗ്ഷൻ ഇൻവോൾവ്സ് കോർഡിനേഷൻ. അതേപോലെ ഓരോ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് പ്ലാനിങ്ങിലാണെങ്കിലും സ്റ്റാഫിങ്ങിലാണെങ്കിലും ഡയറക്റ്റിങ്ങിലാണെങ്കിലൊക്കെ കോർഡിനേഷൻ ആവശ്യമാണ്. ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഇൻ ഈച്ച് ഓഫ് ദി ഫംഗ്ഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. സോ ദീസ് ആർ ദി ഇൻഫറൻസസ് ഡ്രോൺ ഫ്രം ദ ഡെഫിനിഷൻസ് ഗിവൺ അബോവ്.
മോളിൽ പറഞ്ഞിരിക്കുന്ന ഒരു 5 ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. Only if there is coordination we can reduce the friction and increase the effectiveness of the working. Coordination is an integral part in every functions of an organization, and for the exercising of all function, coordination is very essential, and it is not a separate managerial function. And to achieve some of the organization goals or the functions we require coordination. ഇങ്ങനെയുള്ള ഇൻഫറൻസുകളാണ് നമുക്ക് ഈ ഡെഫിനിഷൻസിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വാട്ട് ഇസ് കോർഡിനേഷൻ. അപ്പോൾ കോർഡിനേഷൻ എന്താണ്, കോർഡിനേഷൻ ഏതെല്ലാം ഫംഗ്ഷനുമായിട്ട് കോറിലേറ്റഡ് ആണെന്ന് വരെ നമ്മൾ പറഞ്ഞു. എല്ലാ ഫംഗ്ഷൻസും, മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഫംഗ്ഷൻസായ POS DCC എന്ന് വെച്ചാൽ ഫംഗ്ഷൻസ് ഉണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കോപ്പറേറ്റിംഗ്, കോർഡിനേറ്റിംഗ്, ദെൻ കൺട്രോളിങ്, അങ്ങനെ പല ഫങ്ഷൻസ് ഉണ്ട്. ഈ എല്ലാ ഫങ്ഷൻസിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ്, എനിക്കൊരു അത്യാവശ്യ ഘടകമാണ് എന്ത്, കോർഡിനേഷൻ. അപ്പോൾ അതിനാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഡെഫിനേഷൻസ്. നൗ വി വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. കോർഡിനേഷൻ, കോപ്പറേഷൻ എന്ന 2 വാക്ക്. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യണം, കോ ഓപ്പറേഷൻ എന്നാണ്. അതേപോലെ കോഓർഡിനേഷൻ. അപ്പോൾ ഇത് തമ്മിൽ എന്താ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ മീനിങ്സ് എന്താണ്, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. സോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? കോർഡിനേഷൻ ആൻഡ് കോഓപ്പറേഷൻ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. രണ്ട് ടേംസാണ്. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേഷനും കോഓപ്പറേഷനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ഒരേ കൺസെപ്റ്റിൽ തന്നെ നമ്മൾ പറയാം. പക്ഷേ ശരിക്കും ഇൻ മാനേജ്മെൻറ്റ് ടേംസിൽ നമ്മൾ എടുക്കുമ്പോൾ കോഓപ്പറേഷനും കോർഡിനേഷനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഹൗ? Cooperation merely means the willingness of individual to help each other. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പറയുക, നിങ്ങളുടെ കോർപ്പറേഷനും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ വോളണ്ടറി കൺസെപ്റ്റാണ്, അവരുടെ ആഗ്രഹമാണ്, അവരുടെ വില്ലിങ്നെസ് ആയിരിക്കും നമ്മുടെ ഒരു വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള വില്ലിങ്നെസ്സിനെ നമ്മൾ കോപ്പറേഷൻ എന്ന് പറയുക. സോ ഇറ്റ് ഇസ് എ വോളണ്ടറി ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ. വോളണ്ടറി ആയിട്ട് വരുന്നതാണ് എന്ത്, കോഓപ്പറേഷൻ. എന്നാൽ കോർഡിനേഷൻ ഇസ് എ സിങ്ക്രണൈസേഷൻ ഓഫ് ഗ്രൂപ്പ് എഫേർട്സ് ഫോർ അച്ചീവിങ് ബിസിനസ് ഗോൾസ്. അപ്പോൾ അതിൽ ഒരു വോളണ്ടറി ഒന്നുമല്ല. നമ്മൾ കോർഡിനേഷനിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാവരുടെയും ഒരു സിങ്ക്രണൈസേഷൻ, എല്ലാവരുടെ എഫേർട്സിൻ്റെ ഒരു സിങ്ക്രണൈസേഷനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുക. So it involves the integration of the various factors of production in an organization. ഇപ്പോൾ എല്ലാവരെയും ഒരു ആക്ടിവിറ്റിയിലേക്ക് എല്ലാവരുടെ ആക്ടിവിറ്റീസിനെ അല്ല എല്ലാവരുടെ എഫേർട്സിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ കോഓർഡിനേഷൻ എന്ന് പറയുക. അപ്പോൾ കോഓപ്പറേഷനും കോർഡിനേഷനും നമ്മൾ വ്യത്യാസം പറഞ്ഞാൽ, കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വില്ലിങ്നെസ് മാത്രമാണ്. എന്നാൽ കോർഡിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സിങ്ക്രണൈസ് ചെയ്ത് എല്ലാവരുടെ എഫേർട്സിനെ ഗ്രൂപ്പ് എഫേർട്സായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്നതിനെയാണ് കോഓർഡിനേഷൻ എന്ന് പറയുക. ആൻഡ് കോഓപ്പറേഷൻ ഇംപ്ലൈസ് ദ കളക്റ്റീവ് എഫേർട്സ് ഓഫ് പീപ്പിൾ ഓൺ വോളണ്ടറി ബേസിസ് വിത്തൗട്ട് അസൈനിങ് എനി ടൈം, ക്വാണ്ടിറ്റി, ഡയറക്ഷൻ എക്സെട്ര. നമ്മൾ പറയുന്നില്ല ഇത്രയും നേരം നീ വർക്ക് ചെയ്യണം, ഇത്ര നേരം നിൻ്റെ എഫേർട്സ് വേണം എന്ന രീതിയിലൊന്നും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല ഇൻ കേസ് ഓഫ് കോഓപ്പറേഷൻ. ബോത്ത് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ആർ എസെൻഷ്യൽ ഫോർ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് 2 ആവശ്യമുണ്ട്, കോപ്പറേഷനും വേണം, കോർഡിനേഷനും വേണം. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ചേർത്ത് നമ്മളെ നിർബന്ധമായിട്ട് കൊണ്ടുവരുന്ന ഒരു ആക്ടിവിറ്റിയാണ് കോർഡിനേഷൻ. എന്നാൽ കോപ്പറേഷൻ എന്ന് വെച്ചാൽ വോളണ്ടറി ആയിട്ട് ഓരോരുത്തർക്ക് തോന്നി ഇൻവോൾവ് ആകുന്ന. അപ്പോൾ രണ്ടും വേണം ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട്. സോ കോർഡിനേഷൻ വിത്തൗട്ട് കോപ്പറേഷൻ ആൻഡ് കോപ്പറേഷൻ വിത്തൗട്ട് കോർഡിനേഷൻ ആർ ഡിസാസ്ട്രസ്. ജസ്റ്റ് നമ്മളുടെ ഫോഴ്സിന് വേണ്ടി നമ്മൾ നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊരു ചേരുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. ബോത്ത് വേണം, ഒരു കോർഡിനേഷനും വേണം, ഒരു കോപ്പറേഷനും വേണം വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഇൻ കേസ് ദ മെമ്പേഴ്സ് ഡു നോട്ട് കോപ്പറേറ്റ് ഫോർ കോർഡിനേഷൻ, ദെൻ ഇറ്റ് മേ നോട്ട് ബി അച്ചീവ്ഡ്. ഓൺ ദി അതർ ഹാൻഡ്, കോപ്പറേഷൻ ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി ലീഡ് ടു കോർഡിനേഷൻ. ജസ്റ്റ് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും കോർഡിനേഷൻ ആവുന്നില്ല. അവർ വോളണ്ടറി ആയിട്ടാവുമ്പോൾ നമുക്ക് നിർബന്ധമായി പറയാൻ പറ്റുന്നില്ല. അവരുടെ വേണ്ട എഫേർട്സ് അവർക്ക് തോന്നുന്നത് മാത്രമേ അവർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും കോഓപ്പറേഷൻ കോർഡിനേഷൻ ആവും അല്ലെങ്കിൽ അതിലേക്കാണ് എത്തുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കോഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ കോഓപ്പറേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്നും കോർഡിനേഷൻ എന്ന കൺസെപ്റ്റ് എന്നും നമ്മൾ കണ്ടു. ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ആൻഡ് വൺ is voluntary. Cooperation is just a voluntary help done by the organization members for the organization or other departments, while coordination is the synchronization of the group efforts of the various departments within an organization. So
ഈവൻ ദ കോർഡിനേഷൻ ആൻഡ് കോർഡിനേഷൻ കനോട്ട് കോൺട്രിബ്യൂട്ട്, അല്ലെങ്കിൽ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് ഗുണം ഉണ്ടാകുന്നുള്ളൂ. സിംഗിൾ വൺ കനോട്ട് ഗീവ് എനി ഗുഡ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് നത്തിങ് ബോത്ത് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ വിതൗട്ട് വൺ ദ അതർ വൺ ബി പ്രോഫിറ്റബിൾ എന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ അതാ ഡിസ്കസ് ചെയ്ത കോർഡിനേഷൻ കോപ്പറേഷൻ. നമ്മുടെ സബ്ജക്റ്റ് മെയിൻലി ഏതാ കോർഡിനേഷനാണ്. കോർഡിനേഷൻ എന്ന കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻസ് കണ്ടു. ആൻഡ് ഓൾസോ വി ഹാവ് ഡിസ്കസ് വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ വാട്ട് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡിനേഷൻ ആൻഡ് കോഓപ്പറേഷൻ. ഓക്കെ, സോ നൗ നമ്മളുടെ ടോപ്പിക് ഏതാ കോർഡിനേഷൻ. അപ്പോൾ അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റിൻ്റെ മേജർ ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ബാക്കി ഏതോ ഫങ്ഷൻസിൻ്റെ കൂടെ പോകുന്ന ഒരു ഫങ്ഷൻ തന്നെയാണ് കോർഡിനേഷൻ, അല്ലേ? സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എൻ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റ് എസെൻസ്, നമ്മൾ എസെൻസ് എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ആ ഒരു ഫ്ലേവർ എസെൻസ് എന്നൊക്കെ പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ അതിൻ്റെ സ്മെൽ, ഫ്രാഗ്രൻസ് ആണ് അതിൻ്റെ എസെൻസ്, അല്ലേ? അതാണ് നമുക്കൊരു റോസിൻ്റെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. അതേപോലെ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കീനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോർഡിനേഷൻ. സോ ഇറ്റ് ഈസ് കോൾഡ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. And the coordination brings the unity of the actions and integrates various activities. എല്ലാ ആക്ടിവിറ്റീസിനെ യുണൈറ്റ് ചെയ്യുന്നതും ആ ആക്ഷനിലേക്ക് എത്തിക്കുന്നതും എന്തായിരിക്കും, കോർഡിനേഷൻ ആണ്. സോ കോർഡിനേഷൻ ഇസ് നെസസറി ഫോർ ദ ഫോളോയിങ് റീസൺസ്. പല റീസൺസ് കൊണ്ട് കോർഡിനേഷൻ ആവശ്യം ഒരു ഓർഗനൈസേഷനിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് നീഡഡ് ടു പെർഫോം ഓൾ ഫങ്ഷൻസ്. എല്ലാ ഫങ്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് വി വോണ്ട് കോർഡിനേഷൻ. മാനേജറിയൽ ഫങ്ഷൻസ് ആർ പെർഫോംഡ് ഇൻ എ ബെറ്റർ വേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോഓർഡിനേഷൻ. മാനേജറൽ ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ് ആണെങ്കിലും ഓർഗനൈസിങ് ആണെങ്കിലും ഡയറക്റ്റിങ്ങും സ്റ്റാഫിങ്ങും ഇതിനൊക്കെ കോർഡിനേഷൻ്റെ ആവശ്യമുള്ള നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് റീസൺ ആ പറഞ്ഞ് ഇറ്റ് ഈസ് നീഡഡ് ടു പെർഫോം ഓൾ ദ ഫങ്ഷൻസ്. പ്ലാനിങ് നീഡ്സ് കോർഡിനേഷൻ അമംഗ് ദ മേജർ പ്ലാൻസ് ആൻഡ് സബ് പ്ലാൻസ്. നമ്മൾ മെയിൻ പ്ലാൻസ് ഉണ്ടാക്കുമ്പോഴും സബ് പ്ലാൻസ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമുക്ക് കോർഡിനേഷൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുകയാണെന്ന് വെച്ചാൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന ഫംഗ്ഷൻ എന്താ, അതൊരു മെയിൻ ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ മെയിൻ ഒരു പ്ലാൻ ആയിരിക്കും. ഒരു മാരേജ് സെറിമണിയാണ്, സോ ഇറ്റ് ഇസ് എൻ ഇവൻറ്റ് ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ സോ ദേ വിൽ ഫോം എ മെയിൻ പ്ലാൻ ആൻഡ് ഓൾസോ മെനി സബ് പ്ലാൻ. സബ് പ്ലാൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ കാറ്ററിംഗ് സെഷൻ ഒരു സബ് പ്ലാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡെക്കറേഷൻ സെക്ഷൻ വേറൊരു സബ് പ്ലാൻ ആയിരിക്കും. അങ്ങനെ ഓരോന്നിനും ഒരു മെയിൻ പ്ലാനിന് സബ് പ്ലാൻസ് ഉണ്ടാവും. ഈ സബ് പ്ലാൻസിലും അതേപോലെ മെയിൻ പ്ലാൻസിൽ തന്നെ ഒറ്റൊരു ആൾക്കാരോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ മാത്രമല്ല ഇൻവോൾവ് ആവുന്നത്. ദ ഹോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് എല്ലാ ടീംസും ചേർന്നിട്ടായിരിക്കും ആ കാര്യങ്ങൾ ചെയ്യുന്നത്. The plans of different departments or sessions will be coordinated to prepare a plan for the whole organization. ഇപ്പോൾ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ഡെക്കറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, അതുപോലെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പല പല സബ് ഫങ്ഷൻസ് ചെയ്യുന്ന ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് തീരുമാനം ഉണ്ടാക്കി എങ്ങനെയായിരിക്കും നമ്മൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് എങ്ങനെ നമ്മളുടെ മാരേജ് സെറിമണി എന്നുള്ള ഇവൻറ്റ് എങ്ങനെ മാനേജ് ചെയ്യും എന്നത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കോർഡിനേഷനുള്ള എല്ലാ ഓരോരോ വർക്ക് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സും ചേർന്നിട്ടായിരിക്കും ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഒരു നമ്മൾ മാനേജ്മെൻറ്റ് ഫെസ്റ്റ് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ BBA സ്റ്റുഡൻസ് ആണ്, അപ്പോൾ നിങ്ങൾ BBA ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ വേറെ കോളേജസിൻ്റെ മാനേജ്മെൻറ്റ് ഫെസ്റ്റുകൾ നമ്മുടെ കോളേജിൽ തന്നെ മാനേജ്മെൻറ്റ് ഫെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല ടീംസിനെ പ്രിപ്പയർ ചെയ്യും. നിങ്ങളിപ്പോൾ എത്ര കുട്ടികളുണ്ടോ അവരെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളിപ്പം 5 പേരാ 3 പേരും 4 പേരാണെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾ 4 പേരും കൂടെ ഒരു വേറൊരു കോളേജിൽ പോകും. വി വിൽ ബി മീറ്റിംഗ് ഡിഫറെൻറ്റ് പീപ്പിൾ, അല്ലെങ്കിൽ പല കാറ്റഗറിയുള്ള ആൾക്കാർ, പല കുട്ടികൾ ഗെയിമിന് പങ്കെടുക്കാൻ വരുന്നുണ്ടാവും. നിങ്ങൾ DC മാറ്റ് എന്നുള്ള കോളേജിൽ പോവുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ അവിടെ മാനേജ്മെൻറ്റ് കോളേജാണ്, അപ്പോൾ അവിടെ നിങ്ങളുടെ MBA ചെയ്യുന്ന കുട്ടികളുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് മാനേജ്മെൻറ്റ് ഫെസ്റ്റിന് പങ്കെടുക്കുക. അപ്പോൾ നിങ്ങളൊരു ടീമായിരിക്കും, ബെസ്റ്റ് മാനേജ്മെൻറ്റ് ടീമെന്നോ അല്ലെങ്കിൽ HR ടീമെന്നോ ഫിനാൻസ് ടീമോ എന്നോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അവിടെ ഓർഗനൈസേഷൻ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് നമ്മളൊരു ഗെയിമിൽ പങ്കെടുക്കും, എന്നിട്ട് അതിന് റൗണ്ട്സ് ഉണ്ടാവും. റൗണ്ട്സൊക്കെ പാസ്സായി നമ്മൾ ഫൈനലിലേക്ക് എത്തും. ഇങ്ങനെയാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ആ കോർഡിനേഷൻ
കോർഡിനേഷൻ, ആ ഒരു പ്ലാൻ ഉണ്ടാക്കിയത് ആ DC മാറ്റിലെ കുട്ടികളായിരിക്കും. സോ വാട്ട് ദേ വിൽ ഡു, ദേ വിൽ ബി ഹാവിങ് സെവറൽ ടീംസ്. അവരുടെ ഓർഗനൈസേഷനുള്ളിൽ തന്നെ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളിൽ തന്നെ അവർ അവരുടെ ബാച്ചിനെ തന്നെ പല ഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു ഫിനാൻസ് ടീം ഉണ്ടാവും, ഒരു HR ടീം ഉണ്ടാവും, ഒരു മാർക്കറ്റിംഗ് ടീം ഉണ്ടാവും, കോർഡിനേഷൻ ടീം ഉണ്ടാവും, അങ്ങനെ പല കാറ്ററിംഗ് ടീം ഉണ്ടാവും, പല ആൾക്കാരുണ്ടാവും. ഇവരെല്ലാവരും കൂടി ചേർന്നിരുന്നാണ് ഈ ഒരു ഇവൻറ്റിനെ, മാനേജ്മെൻറ്റ് ഫെസ്റ്റിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവരുടെ ഓരോരുത്തരുടെ എഫേർട്സ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഓരോരോ പ്ലാൻസിന്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാനിന് പോലും മേജർ പ്ലാനിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് എവറി പേഴ്സൺ ആർ ഇൻവോൾവ്. അപ്പോൾ അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസിനും, സബ് പ്ലാൻസിനും അതുപോലെ മെയിൻ പ്ലാൻസിനും എല്ലാ ആക്ടിവിറ്റീസിനും കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. This is the main thing. Planning in a coordination important ആണ്. Second, while performing the organizing function, there also we require this coordination between the authority, responsibility and accountability at various levels. അതേപോലെ നമ്മൾ ഓർഗനൈസ് ചെയ്യാണ്, ഒരു ഓർഗനൈസിങ് സെക്ഷൻ വരുമ്പോഴും നമുക്ക് അതോറിറ്റീസിനെയും റെസ്പോൺസിബിലിറ്റീസിനെയും ഒക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ വേറെ വരുന്നതാണ് കോർഡിനേഷൻ ഇൻ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ. സ്റ്റാഫിങ്ങിന് കോർഡിനേഷൻ ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് രീതിയിലുള്ള വർക്കാണ്. ഇപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 10 സ്റ്റാഫിൻ്റെ കുറവ് തോന്നുന്നുണ്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുക, മാർക്കറ്റിംഗ് എഫേർട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണം അവിടോട്ട് റിക്രൂട്ട് ചെയ്യാൻ. ആ കാര്യം വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് ആണല്ലോ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക. അപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടോട്ട് അവരുടെ ജോബ് എങ്ങനെയാണ്, ജോബിൻ്റെ നേച്ചർ എങ്ങനെയാണ്, എങ്ങനെയുള്ള കോമ്പൻസേഷൻ ആയിരിക്കും അവർ കൊടുക്കുന്നത്, എന്ത് ക്വാളിഫിക്കേഷൻ ഓഫ് എംപ്ലോയീസിനെയാണ് അവർക്ക് വേണ്ടത്, ഈ കാര്യങ്ങൾ മൊത്തവും നമ്മുടെ HR അറിയിക്കുന്ന ആരായിരിക്കും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. ഇതിനൊരു കോർഡിനേഷൻ വേണം. അവർ ഈ കാര്യങ്ങൾ പറഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ആൾക്കാരെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ there should be coordination between the marketing department and the HR department. സിമിലർലി ഇൻ ഡയറക്ഷൻ ഫംഗ്ഷൻ, നമ്മളൊരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പാണ് ഒരു ഡയറക്ഷനിൽ വരുന്നത് അല്ലേ. സബോർഡിനേറ്റ്സിന് ഒരു സുപ്പീരിയർ ചിലപ്പോൾ ഒരു ഗൈഡ് പോലെ ആവാം, ചിലപ്പോൾ ഒരു ഫാദർ, ഒരു പെറ്റാനിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കാം ചിലപ്പോൾ കാണിക്കുന്നത്, ഫാദർ ലൈക്ക് അപ്രോച്ച് ആയിരിക്കും, എല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്. ചിലപ്പോൾ ഭയങ്കര ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് ആയിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം ഒരു കോർഡിനേഷൻ വേണം. അതുപോലെ എംപ്ലോയർ പറയണ കേൾക്കണമെങ്കിൽ there should be a coordination between, cooperation between both. അപ്പോൾ അവിടെയും ഡയറക്റ്റിങ്ങിലും നമുക്ക് കോഓർഡിനേഷൻ ഈസ് വെരി എസെൻഷ്യൽ. ആൻഡ് ഓൾസോ ഇൻ കൺട്രോളിങ് നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത്, അതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുക. എന്നാൽ ആക്ച്വൽ പെർഫോമൻസ് വരുന്ന എങ്ങനെയാണോ അത് പ്രാവർത്തികമാകുന്നത്, അതാണ് ആക്ച്വൽ പെർഫോമൻസ്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എന്ത് വേണം, ഒരു കോഓർഡിനേഷൻ വേണം. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ, ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഏരിയാസിലും ഫംഗ്ഷനിങ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസിലും വി റിക്വയർ ദിസ് കോർഡിനേഷൻ. അതേപോലെ കോർഡിനേഷൻ ഇസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ്, എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ, ഇവരെ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ആവശ്യമുള്ള ഒരു കാര്യമാണ് കോർഡിനേഷൻ. ദാറ്റ് ഈസ് അറ്റ് ടോപ്പ് ലെവൽ we want to coordinate or synchronize the activities of all the departmental heads. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിൻ്റെ എല്ലാവരുടെയും കോർഡിനേഷൻ ആവശ്യമുണ്ട്. ഒരു HR മാനേജറിൻ്റെയും ഫിനാൻസ് മാനേജറിൻ്റെയും അതേപോലെ ഓപ്പറേഷൻ മാനേജറിൻ്റെയും ഒരു കോർഡിനേഷൻ ആവശ്യമുണ്ട്. വൈൽ ഇൻ മിഡിൽ മാനേജ്മെൻറ്റ് വി വിൽ ബി ഹാവിങ് ദ കോർഡിനേഷൻ ബിറ്റ്വീൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. പല ഡിപ്പാർട്ട്മെൻറ്റ്സുകളുടെ കോർഡിനേഷൻ വേണം. അതേപോലെ ലോവർ ലെവൽസിലാണെങ്കിൽ പല ആക്ടിവിറ്റീസ്, വർക്കർ ലെവൽ കോർഡിനേഷൻ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗോൾസ് മീറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ടോപ്പ്, ദ മിഡിൽ ആൻഡ് ദി ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് റിക്വയർ ദിസ് കോർഡിനേഷൻ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് തിങ്. തേർഡ് ഇസ് കോർഡിനേഷൻ ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. കോർഡിനേഷൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഓർഗനൈസേഷന് പറയാം. ബിക്കോസ് എവറി ഫംഗ്ഷൻസ് റിക്വയർ ദ കോർഡിനേഷൻ ആസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട്. മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്, കൺട്രോളിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റ് എല്ലാത്തിൻ്റെയും ഒരു മെയിൻ ഘടകമാണ് കോർഡിനേഷൻ. സോ ഇറ്റ് ഈസ് എ മേജർ ഫംഗ്ഷൻ ഇൻ എ ഓർഗനൈസേഷൻ. It is a most important function and the integration of various activities will be done through coordination. കോർഡിനേഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും പറ്റുക, മിസ്മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. ഒരു ബിസിനസ് ഫെയിൽ ചെയ്യുന്നെങ്കിൽ അവിടെ ഫെയിൽ ചെയ്യാനുള്ള മെയിൻ കാരണം മിസ്മാനേജ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള ഇൻഡസ്ട്രിയിൽ അൺട്രസ്റ്റ് ആയിരിക്കും. ഇതിന് ഒരു മൂല കാരണം അല്ലെങ്കിൽ ഒരു റീസൺ എന്ന് പറയാൻ പറ്റുന്ന ലാക്ക് ഓഫ് കോർഡിനേഷൻ ആയിരിക്കും. ഇറ്റ് ഈസ് ഷുവർ. അപ്പോൾ കോർഡിനേഷൻ എപ്പോഴും വേണം. കാര്യങ്ങളെല്ലാം കറക്റ്റ് രീതിയിലാണോ നടത്തുന്നതെന്ന് അറിയാൻ വേണ്ടി റിക്വയർസ് എ കോർഡിനേഷൻ.
And it was with this reason that classical school of thoughts consider coordination as a separate function. ശരിക്കും കോർഡിനേഷൻ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ അല്ല, എല്ലാത്തിലും മിക്സായി കിടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സിൽ നമ്മൾ പഠിക്കുന്ന ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോൾ എന്നാണ് പറയുന്നത്. കോർഡിനേറ്റിനെ വേറൊന്നായിട്ടാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ക്ലാസിക്കൽ തോട്ട്സിൽ ഇങ്ങനെ വ്യത്യസ്തമായി പറയുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ എടുത്താൽ കോർഡിനേഷൻ ഒരു സ്പെഷ്യൽ ഫംഗ്ഷനായിട്ട് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ നോർമൽ ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, എക്സെട്ര. And all managerial functions try to achieve the integration of efforts and coordination and thus it becomes the essence of management. അപ്പോൾ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് എസെൻസ് എന്ന് കോർഡിനേഷൻ പറയുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. It is needed to perform all the functions, it is needed at all levels and it is the most important function of an organization. Okay, so this is all about what is coordination. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് കോർഡിനേഷൻ എന്താണ്, അതിൻ്റെ മേജർ ഫങ്ഷൻസ് എന്താണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. കോപ്പറേഷൻ ഒരു വോളണ്ടറി കൺസെപ്റ്റ് ആണെങ്കിൽ കോർഡിനേഷൻ ഒരു സിങ്ക്രണൈസേഷൻ ഓഫ് ഗ്രൂപ്പ് എഫേർട്സിനെയാണ് പറയുന്നത്. രണ്ടും ഒറ്റയ്ക്ക് ഒരു ഓർഗനൈസേഷൻ നിലനിൽപ്പില്ല. ബോത്ത് ആർ ഇൻ്റർ കോറിലേറ്റഡ്. എങ്കിൽ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ സക്സസ് ഉണ്ടാവുള്ളൂ. ആൻഡ് കോർഡിനേഷൻ സപ്പോർട്ടഡ് ബൈ കോപ്പറേഷൻ ടു in an organization. And last we had discussed how coordination can be taken as an essence of management. മാനേജ്മെൻ്റ് ഒരു എസെൻസ് ആണ്, അല്ലെങ്കിൽ മെയിൻ ഘടകമാണെന്ന് പറയുന്നത് എങ്ങനെ എന്നതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് കോർഡിനേഷൻ, ഇറ്റ്സ് ഡെഫിനിഷൻ, ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ, ആൻഡ് how it becomes the essence of management. കോർഡിനേഷൻ എങ്ങനെ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആകുന്നു. ഓക്കെ, so with this we can end today's class. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പോർഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. I can clear that. Okay, thank you then.